ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമ്മൾ ഓൺലൈൻ ക്ലാസ്സിൽ ഒരുപാട് വീഡിയോസ് സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ടിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതേപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ ഒരു ലൈക്ക് അടിക്കാനും ആരും മറക്കരുത്. 6ാം ക്ലാസ്സിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ സെപ്റ്റംബറിൽ ഓണം എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓൾറെഡി 2-3 എക്സാം നമ്മൾ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെയൊക്കെ ആൻസർ വിശദമായിട്ടുള്ള ആൻസർ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊരു ഓണം എക്സാം 2024 ക്ലാസ് 6 എന്ന പ്ലേലിസ്റ്റിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനലിൽ കയറി പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഹിന്ദി എക്സാമിൻ്റെയോ അതേപോലെ തന്നെ അടിസ്ഥാന പാഠാവലിൻ്റെയൊക്കെ ആൻസർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിയുന്നതിനനുസരിച്ച് നമ്മളെല്ലാ സബ്ജക്റ്റിൻ്റെയും ആൻസർ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കഴിഞ്ഞ് നമുക്ക് ആദ്യമായിട്ട് ഒരു 5 ചോദ്യം ഇവിടെ ഉണ്ട്. 5 ചോദ്യമുണ്ട്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കണം. ഇനി അഥവാ ഉത്തരം നിങ്ങൾക്കറിയില്ലെങ്കിൽ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറയുന്നതാണ്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളൊക്കെ നിങ്ങൾക്കറിയും. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്: ഹൂ വാസ് ദ ഫൗണ്ടർ ഓഫ് സ്ലേവ് ഡൈനാസ്റ്റി? അടിമവംശ സ്ഥാപകൻ ആരാണ്? നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ ചോദ്യങ്ങളാണ്. ഹൂ വാസ് ദ ഫൗണ്ടർ ഓഫ് സ്ലേവ് ഡൈനാസ്റ്റി. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്റർ. നമ്മൾ കുറേ റിവിഷനൊക്കെ കഴിഞ്ഞാണല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇതറിയാമായിരിക്കും. ഹൂ വാസ് ദ ഫൗണ്ടർ ഓഫ് സ്ലേവ് ഡൈനാസ്റ്റി? അടിമവംശ സ്ഥാപകനായി. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: വിച്ച് വിജയനഗര റൂളർ ഈസ് നോൺ ആസ് ആന്ധ്രഭോജൻ? ആന്ധ്രഭോജൻ എന്നറിയപ്പെടുന്ന റൂളർ ആരാണ്? അതേപോലെ മൂന്നാമത്തെ ചോദ്യം: നെയിം ദ മുഗൾ റൂളർ ഹൂ ഡിഫീറ്റഡ് ഇബ്രാഹിം ലോധി ഇൻ ദ ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് ഇൻ 1526. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലൊരു ക്വസ്റ്റ്യനാണ്. 1526 ഒന്നാം പാനിപ്പത്ത് യുദ്ധം ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. അതിൽ ഇബ്രാഹിം ലോധിയെ ഒരു റൂളർ തോൽപ്പിച്ചു. ആ റൂളറുടെ പേരെന്താണെന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഇനി അടുത്തത്: വിച്ച് മുഗൾ എംപറർ റൂൾഡ് ഡൽഹി ബിറ്റ്വീൻ 1658 to 1707? ഏത് റൂളറാണ്? നെയിം ദ മറാത്ത റൂളർ ഹൂ അഡോപ്റ്റഡ് ദ ടൈറ്റിൽ ഛത്രപതി. അപ്പോൾ ഈ 5 ചോദ്യങ്ങളിൽ ഈ ഒരു ചോദ്യം, അതേപോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ 3 ക്വസ്റ്റ്യൻസും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ അറിയാതെ പോകരുത്. അപ്പം നിങ്ങൾ ഇതിൻ്റെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ഇത് കഴിഞ്ഞ വർഷം നടന്ന എക്സാമിൽ വന്ന ക്വസ്റ്റ്യനാണ്. ഡൽഹി ഹാസ് വിറ്റ്നസ്ഡ് ദ റൈസ് ആൻഡ് ഫോൾ ഓഫ് സെവറൽ ഡൈനാസ്റ്റീസ്. അപ്പം നമ്മൾ ഡൽഹിയിൽ കണ്ടു ഒരുപാട് രാജഭരണങ്ങൾ ഉയർന്നു വന്നു, അതേപോലെ തന്നെ നശിച്ചു പോയതും കണ്ടിട്ടുണ്ടല്ലേ. അപ്പോൾ ഡൽഹി ഒരുപാട് രാജവംശങ്ങളുടെ റൈസ് ആൻഡ് ഫോൾ, ഉയർച്ചയും താഴ്ചയും കണ്ടിട്ടുണ്ട്. അപ്പം ഗിവൺ ബിലോ ആർ ദ കോൺട്രിബ്യൂഷൻ ബൈ ദ മിഡീവൽ റൂളേഴ്സ് ഹൂസ് സെൻറ്റർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ വാസ് ഡൽഹി. അറേഞ്ച് ആൻഡ് റൈറ്റ് ദം അക്കോർഡിംഗ് ടു ദ റൂളേഴ്സ് ഹൂ ഇംപ്ലിമെൻറ്റ് ദം. അപ്പോൾ ഇവിടെ ഓരോരുത്തരുടെയും ഭരണ പരിഷ്കാരങ്ങളാണ് ഈ ഒരു സർക്കിളിൽ തന്നത്. അപ്പോൾ അത് ആരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഉത്തരം എഴുതുക. ഇതാണ് നമ്മുടെ ടാസ്ക്. ഓക്കെ, ഫസ്റ്റ് വൺ: ടു റൂൾ മോർ എഫിഷ്യൻ്റ്ലി ഷിഫ്റ്റഡ് ദ ക്യാപിറ്റൽ ഫ്രം ഡൽഹി ടു ദേവഗിരി. ഡൽഹിയിൽ നിന്ന് ദേവഗിരിയിലേക്ക് ആരാണ് ഷിഫ്റ്റ് ചെയ്തത്? കുറച്ചും കൂടി എഫിഷ്യൻ്റായിട്ട് ഭരണം എഫിഷ്യൻ്റ് ആക്കണം, ഇതൊക്കെ വിചാരിച്ചിട്ട് ഒരു റൂളർ ക്യാപിറ്റൽ ഡൽഹിയിൽ നിന്നും ദേവഗിരിയിലേക്ക് മാറ്റിയിരുന്നു. അയാളെ പേരെഴുതാനാണ്. രണ്ടാമത്തേത്: ഡിഫീറ്റഡ് ഇബ്രാഹിം ലോധി ആൻഡ് ക്യാപ്ചേർഡ് ഡൽഹി. ഇബ്രാഹിം ലോധിയെ തോൽപ്പിച്ചു, എന്നിട്ട് ഡൽഹി പിടിച്ചടക്കി. അതാരാണ്? എസ്റ്റാബ്ലിഷ്ഡ് ഡൽഹി ആസ് ദ സീറ്റ് ഓഫ് പവർ ഇൻ 1206. 1206 ഇവിടെ ഏത് രാജവംശമാണ് ഡൽഹിയുടെ ഭരണം കീഴടക്കിയത്? ദ മുഗൾ എംപയർ എക്സ്പാൻഡഡ് ദ മോർ ഡ്യൂറിങ് ദിസ് പീരീഡ്. മുഗൾ സാമ്രാജ്യം വളരെ വിശാലമായി. അത് ഈ രാജാവിൻ്റെ കാലഘട്ടത്തിലാണ്. രാജാവാണ്. ഇനി അടുത്തത്: ഇമ്പോർട്ടഡ് ഹോഴ്സസ് ഫ്രം ഇറാഖ് ആൻഡ് സ്ട്രെങ്തൻഡ് ദ മിലിറ്ററി പവർ. ഇറാഖിൽ നിന്ന് ഹോഴ്സസൊക്കെ ഇമ്പോർട്ട് ചെയ്തു, മിലിറ്ററി നല്ല കരുത്ത് കൂട്ടിയത് ആളാരാണ്? ഇൻട്രൊഡ്യൂസ്ഡ് യൂണിഫോം മോണിറ്ററി സിസ്റ്റം. തങ്ക ആൻഡ് ജിറ്റാൾ വെർ ദ കോയിൻസ്. യൂണിഫോം മോണിറ്ററി സിസ്റ്റം, ഏകീകൃത നാണയ വ്യവസ്ഥ നടപ്പിലാക്കി. തങ്കയും ജിറ്റാളുമാണ് നാണയങ്ങൾ. അപ്പോൾ 6 ഭരണപരിഷ്കാരങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതാറാളും ആരാണെന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ചൊരു ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 2 ഇവിടെ ചെയ്തിട്ടുണ്ട്.
പഠിച്ചിട്ടുണ്ടല്ലേ. കുത്തബുദ്ദീൻ ഐബക്ക് എസ്റ്റാബ്ലിഷ്ഡ് ഡൽഹി ആസ് ദ സീറ്റ് ഓഫ് പവർ ഇൻ 1206. അപ്പോൾ 1206 ഡൽഹിയിൽ ഭരണം കൈയടക്കിയ ആളെ പേരെന്താണ്? കുത്തബുദ്ദീൻ ഐബക്ക്. എന്താണ്? കുത്തബുദ്ദീൻ ഐബക്ക്. ഇനി നമുക്ക് ഇൽത്തുമിഷിനെ പറ്റിയിട്ട് കുറിച്ച് എന്താണ്? ഇൽത്തുമിഷിനെ പറ്റി പറയാന്ന് വെച്ചാൽ നമുക്ക് പറയാനുള്ളത് എന്താണ്? ഇതാണ്. ഇൻട്രൊഡ്യൂസ്ഡ് എ യൂണിഫോം മോണിറ്ററി സിസ്റ്റം, തങ്ക ആൻഡ് ജിത്താൽ വർ കോയിൻസ്. അത് ഇൽത്തുമിഷാണ്. ഒക്കെ രണ്ടാമത്തെ നമുക്ക് ഇൽത്തുമിഷ്. ഇനി അടുത്തത് അലാവുദ്ദീൻ ഖൽജി. അലാവുദ്ദീൻ ഖൽജിനെ പറ്റി പറയാന്ന് വെച്ചാൽ ഗുജറാത്ത് അല്ലേ. ഇത് ഇമ്പോർട്ടഡ് ഹോഴ്സ് ഫ്രം ഇറാഖ് ആൻഡ് സ്ട്രെങ്തൻഡ് ദ മിലിറ്ററി പവർ. അതാണ് അലാവുദ്ദീൻ ഖിൽജി. ഓക്കെ. ഇനി അടുത്തത് മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. ടു റൂൾ മോർ എഫിഷ്യൻ്റ്ലി ഷിഫ്റ്റഡ് ദ ക്യാപിറ്റൽ ഫ്രം ഡൽഹി ടു ദേവഗിരി. അപ്പോൾ നല്ല എഫിഷ്യൻ്റായിട്ട് ഭരണം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഡൽഹിയിൽ നിന്നും ദേവഗിരിയിലേക്ക് തലസ്ഥാനം മാറ്റിയ ആളാണ് ആര്? നമ്മുടെ മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. ഇനി അടുത്ത ബാബറിനെ പറ്റിയിട്ട് നമുക്ക് എന്താ പറയാം? ഡിഫീറ്റഡ് ഇബ്രാഹിം ലോധി ആൻഡ് ക്യാപ്ചേർഡ് ഡൽഹി. ഇബ്രാഹിം ലോധിയെ തോൽപ്പിച്ചത് ആരാണ്? നമ്മുടെ ബാബറാണ്. ഇനി ഔറംഗസേബിനെ കുറിച്ച് പറയാന്ന് വെച്ചാൽ എന്താണ്? ഔറംഗസേബ് ദ മുഗൾ എംപയറർ എക്സ്പാൻഡഡ് ദ മോർ ഡ്യൂറിങ് ദിസ് പീരീഡ്. മുഗൾ സാമ്രാജ്യം കൂടുതൽ വിസ്തൃതമായത് ആരുടെ കാലത്താണ്? ഔറംഗസേബിൻ്റെ കാലത്താണ്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എഴുതാനുള്ളത്. ഇനി അടുത്ത് നോക്കാം. അമംഗ് ദ ഗിവൺ ബിലോ വിച്ച് ആർ ദ 3 ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്ഡ് ഡൽഹി ടു ബിക്കം ദ സെൻറ്റർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഡൽഹിയെ സെൻറ്റർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആക്കാൻ സഹായിച്ച 3 കാര്യങ്ങൾ. അതിൽ 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ആരവല്ലി മൗണ്ടൻ റേഞ്ചസ്, അത് ശരിയാണ്. ആരവല്ലി മൗണ്ടൻ റേഞ്ചസ് അത് ശരിയാണ്. നർമ്മദ താപ്തി ഡൽഹിയുമായിട്ട് ബന്ധപ്പെട്ടതാണോ? അല്ല. അപ്പോൾ ഈ ഓപ്ഷൻ തെറ്റാണ്. ഇനി അടുത്ത നർമ്മദ താപ്തി സിന്ധു ആൻഡ് റിവർ യമുന. നർമ്മദ താപ്തി ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല, ഡൽഹിയുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അപ്പോൾ ഇതും അല്ല. ഇനി സിന്ധു ഗാഞ്ചറ്റി പ്ലെയിൻ, ആരവല്ലി മൗണ്ടൻ, റിവർ യമുന ഇതെല്ലാം ഡൽഹിയുമായിട്ട് കണക്റ്റഡ് ആണ്. ലാസ്റ്റത്തെ ഓപ്ഷനും കൂടി നോക്കാം. റിവർ യമുന, സിന്ധു ഗാഞ്ചറ്റിക് പ്ലെയിൻ, വിദ്യാസത്പുര എന്നുള്ളത് ആരാണ്? നമ്മൾ മറാത്ത കിങ്ഡം ആയിട്ട് പഠിച്ചതാണ്. ഓക്കെ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഡൽഹിയുടെയും ഗുജറാത്തിൻ്റെയും അതേപോലെ തന്നെ മറാത്തയുടെയും 3 ഫീച്ചേഴ്സും പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോസൊക്കെ ഡിസ്കസ് ചെയ്താണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ യൂസിങ് ദ ഗിവൺ ഹിൻസ്. ഇവിടെ കുറച്ച് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ 4 ഉണ്ട്, നമ്മൾ പഠിച്ചാണല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറച്ച് ക്ലൂസ് നേരത്തെ നമ്മൾ ചോദ്യം ചെയ്ത പോലെ തന്നെ ക്വസ്റ്റ്യനെ പോലെ തന്നെയാണ് ഇത്. ക്ലൂസ് തന്നിട്ടുണ്ട്, നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്, വളരെ എളുപ്പമാണ്. നാച്ചുറൽ റിസോഴ്സസ് ഇൻക്ലൂഡിങ് സോയിൽ, വാട്ടർ, ഫോറസ്റ്റ്, എയർ. അതായത് നാച്ചുറൽ റിസോഴ്സ് അറിയാമല്ലോ, സോയിൽ, വെള്ളം, അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഏതാണ്? ലാൻഡ് ആണല്ലേ. എന്താണ് ലാൻഡ്? ഫസ്റ്റിൻ്റെ ആൻസർ എന്താണ്? ലാൻഡാണ്. ലാൻഡിൽ എന്തൊക്കെയുണ്ട്? നാച്ചുറൽ റിസോഴ്സസ് ഉൾപ്പെടുന്നുണ്ട്. അത് സോയിൽ, വാട്ടർ, ഫോറസ്റ്റ്, എയർ ഇതൊക്കെ ഉൾപ്പെടുന്നുണ്ട്. ഇനി അടുത്ത ബി ചോദിക്കുകയാണ്. യൂസിങ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് ഇൻ്റലക്ച്വൽ സ്കില്ല്. അത് ഏത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനാണ്? ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടും ഇൻ്റലക്ച്വലായിട്ടും ബുദ്ധിപരമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും സ്കിൽസ് ഉപയോഗിക്കുന്നത് ഏതാണ്? ലേബറാണ്. എന്താണ്? ലേബറാണ്. ഇനി നെക്സ്റ്റ് ക്ലൂ, മാൻ മെയ്ഡ് തിങ്സ് ദാറ്റ് ആർ യൂസ്ഡ് ഫോർ പ്രൊഡക്ഷൻ ആൻഡ് ആർ ടാഞ്ചിബിൾ ആൻഡ് വിസിബിൾ. അതായത് മനുഷ്യനിർമ്മിതമാണ്, പിന്നെ പ്രൊഡക്ഷന് ഉപയോഗിക്കുന്നതാണ്, കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ഉള്ളത് ഏതാണ്? ക്യാപിറ്റലാണ്. എന്താണ്? ക്യാപിറ്റലാണ്. ഓക്കെ. കോർഡിനേഷൻ ഓഫ് വാരിയസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത് ആരാണ്? അതേതാണ്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ ഒക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത് ഏതാണ്? അതാണ് ഓർഗനൈസേഷൻ. ഓക്കെ. അപ്പോൾ ലാൻഡ് എന്താണെന്ന് നമ്മൾ പഠിച്ചു, ഇതിൽ ലേബർ എന്താണെന്ന് പഠിച്ചു, അതേപോലെ ക്യാപിറ്റലിൻ്റെ ഒരു ഫീച്ചർ പഠിച്ചു, അതേപോലെ ഓർഗനൈസേഷൻ്റെ ഫീച്ചർ പഠിച്ചു. ഇനി വാട്ട് ഈസ് ദ റിസൾട്ട് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ പറഞ്ഞു വാട്ട് ഈസ് ദ റിസൾട്ട് ഓഫ് പ്രൊഡക്ഷൻ. എന്താണ്? പ്രൊഡക്ഷൻ പ്രോസസ്സിൻ്റെ ഈ റിസൾട്ട് എന്താണ്? ഒരു പ്രോഡക്റ്റാണ് ഉണ്ടാകുന്നത് അല്ലേ. ഈ പ്രൊഡക്ഷനൊക്കെ എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ ലാസ്റ്റ് റിസൾട്ട് എന്താണ്? ഒരു പ്രോഡക്റ്റാണ്. അതിന് വേണ്ടിയിട്ടാണ് ലാൻഡും ലേബറും ക്യാപിറ്റലും ഓർഗനൈസേഷനൊക്കെ ഒന്നിച്ച് പ്രവർത്തിച്ചാൽ നമുക്ക് കിട്ടുന്ന എന്താണ്? പ്രോഡക്റ്റാണ്. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
നമുക്ക് അടുത്ത ആക്ടിവിറ്റി ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലാണ്. ഇവിടെ മാച്ച് ദ ഫോളോയിങ് ആണ്. ഇവിടെ ഇൽത്തുമിഷ് ഉണ്ട്, കൃഷ്ണദേവരായ ഉണ്ട്, മുഹമ്മദ് ബിൻ തുഗ്ലക് ഉണ്ട്, ബാബർ ഉണ്ട്, അക്ബർ ഉണ്ട്. ഇവിടെ ദ ബാറ്റിൽ ഓഫ് പാനിപത്ത്, മാൻസബ്ദാരി സിസ്റ്റം, ജിറ്റാൾ ഗോയിൻ, വിജയനഗര, ഷിഫ്റ്റിംഗ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇൽത്തുമിഷ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ജിറ്റാൾ കോയിൻ. ഇൽത്തുമിഷ് എന്താണ്? ജിറ്റാൾ കോയിൻ. ഓക്കെ, കൃഷ്ണദേവരായ എന്താണ്? വിജയനഗര. മുഹമ്മദ് ബിൻ തുഗ്ലക് എന്താണ്? ഷിഫ്റ്റിംഗ് ഓഫ് എ ക്യാപിറ്റൽ. ബാബർ ദ ബാറ്റിൽ ഓഫ് പാനിപത്ത്. അക്ബർ മാൻസബ്ദാരി സിസ്റ്റം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ദ ഫാക്ടേഴ്സ് വിച്ച് ഹെൽപ്പ് ദ പ്രൊഡക്ഷൻ ആൻഡ് റിവാർഡ്സ് ദേ ഗെറ്റ് ആർ ഗിവൺ ബിലോ. അപ്പോൾ ഫാക്ടേഴ്സ് പ്രൊഡക്ഷന് നമ്മൾ പഠിച്ചു, അതിന് കിട്ടുന്ന റിവാർഡ്സ് എന്തൊക്കെയാണെന്നാണ് അത് നമ്മൾ മാച്ച് ചെയ്യാനാണ് പറഞ്ഞത്. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ബി കോളത്തിൽ പ്രോഫിറ്റ്, ഇൻട്രസ്റ്റ്, വേജ്, റെൻറ്റ്. അപ്പോൾ ലാൻഡിൽ നിന്ന് നമുക്ക് എന്താണ് കിട്ടുന്നത്? വിച്ച് ഹെൽപ്സ് ദ പ്രൊഡക്ഷൻ ആൻഡ് റിവാർഡ്സ് ദേ ഗെറ്റ്. ലാൻഡിൻ്റെ റിവാർഡ്സ് എന്താണ്? റെൻറ്റാണ് നമുക്ക് കിട്ടുന്നത്. ലേബറിൻ്റെ എന്താണ്? വേജാണ് റിവാർഡായിട്ട് കിട്ടുന്നത്. ക്യാപിറ്റൽ എന്താണ്? ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റ് ആണ് കിട്ടുന്നത്. ഓർഗനൈസേഷൻ എന്താണ്? പ്രോഫിറ്റാണ്. ഇത് നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. ലാൻഡ് എന്താണ്? റെൻറ്റ്, ലേബർ, വേജ്, ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ്, ഓർഗനൈസേഷൻ, പ്രോഫിറ്റ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി അടുത്തത്, വാട്ട് നാച്ചുറൽ റിസോഴ്സസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ലാൻഡ് ആസ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ? കംപ്ലീറ്റ് ദ വേർഡ് വെബ്. ഒരു പദസൂര്യൻ തന്നിട്ടുണ്ട്, ഒരു വേർഡ് വെബ് തന്നിട്ടുണ്ട്. അവിടെ ലാൻഡ് എന്നതിൽ ഉൾപ്പെടുന്ന നാച്ചുറൽ റിസോഴ്സസ് ഏതാണെന്നാണ് ചോദിച്ചത്. ഒന്നാമത്തേത് വാട്ടർ തന്നിട്ടുണ്ട്, കോൾ തന്നിട്ടുണ്ട്. ഇനി നമുക്കിവിടെ അറിയാലോ, എയർ എഴുതാം, വായു എന്നെഴുതാം. നമുക്കിവിടെ എന്തെഴുതാം? എയർ എന്നെഴുതാം. എയർ. ഓക്കെ, എയർ എഴുതാം. പിന്നെ ഇവിടെ എന്താണ്? ഇവിടെ നമുക്ക് എന്തെങ്കിലും കോൾ അല്ലെങ്കിൽ പെട്രോളിയം. ഇത് നമുക്ക് എന്ത് എഴുതാം? സോയിലിന് എഴുതാം. ഓക്കെ, കോൾ ഇവിടെ തന്നിട്ടുണ്ട്, ഇനി നമുക്ക് സോയിലിന് എഴുതാം. അപ്പം നമുക്ക് നാച്ചുറൽ റിസോഴ്സസ് വാട്ടർ, എയർ, സോയിൽ, പെട്രോളിയം, കോൾ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അലാവുദ്ദീൻ ഖൽജി ആൻഡ് മുഹമ്മദ് ബിൻ തുഗ്ലക് വർ ഇമ്പോർട്ടൻറ്റ് റൂളേഴ്സ് ഓഫ് സൽത്തനത്ത് ഡൈനാസ്റ്റി. വാട്ട് വർ ദ സ്റ്റെപ്സ് ടേക്കൺ ബൈ അലാവുദ്ദീൻ ഖൽജി ഫോർ ദ എക്സ്പാൻഷൻ ഓഫ് ഹിസ് കൺട്രി? അദ്ദേഹത്തിൻ്റെ രാജ്യം എക്സ്പാൻഡ് ചെയ്യാൻ അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്തത്? വെൻ അലാവുദ്ദീൻ ഖൽജി കോൺക്വേർഡ് ഗുജറാത്ത്, ഹി ഗോട്ട് കൺട്രോൾ ഓവർ സീ പോർട്ട്. ഒരുപാട് സീ പോർട്ട് കിട്ടി. ഹി ഇമ്പോർട്ടഡ് ഫൈൻ ഹോഴ്സസ് ഫ്രം ഇറാഖ് ത്രൂ ദീസ് പോർട്ട്സ്. അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം എന്ത് ചെയ്തു? ഹി ഗോട്ട് കൺട്രോൾ ഓവർ സീ പോർട്ട്സ്. ഹി ഇമ്പോർട്ടഡ് ഫൈൻ ഹോഴ്സസ് ഫ്രം ഇറാഖ്. ഫൈൻ ഹോഴ്സസ് ഫ്രം ഇറാഖ്. ഇറാഖിൽ നിന്ന് നല്ല കുതിരകളെ, നല്ല ഇനം, മുന്തിയ ഇനം കുതിരകളെ ഇറക്കുമതി ചെയ്തു. ദിസ് സ്ട്രെങ്തൻഡ് ഹിസ് മിലിറ്ററി പവർ. ഇതെന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ മിലിറ്ററി പവറിനെ സ്ട്രെങ്തൻ ചെയ്തു. ആൻഡ് ഹി കോങ്കർഡ് ദ റീജിയൻസ് ഇൻ ദ സദേൺ ആൻഡ് വെസ്റ്റേൺ ഇന്ത്യ. അപ്പോൾ എന്തൊക്കെ നമുക്ക് പറയാം? ഹി ഗോട്ട് കൺട്രോൾ ഓവർ സീ പോർട്ട്. അത് നമുക്ക് പറയാം. ഹി ഇമ്പോർട്ടഡ് ഫൈൻ ഹോഴ്സസ് ഫ്രം ഇറാഖ് ത്രൂ ദീസ് പോർട്ട്സ്. അത് പറയാം. പിന്നെ നമുക്ക് പറയാം, ഹി സ്ട്രെങ്തൻ ഹിസ് മിലിറ്ററി പവർ. ഹി കോങ്കർഡ് ദ റീജിയൻ ഇൻ ദ സദേൺ ആൻഡ് വെസ്റ്റേൺ ഇന്ത്യ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. What were the important reasons that influenced Muhammad bin Tughlaq to shift capital from Delhi to Daulatabad, ദേവഗിരി? അപ്പോൾ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് എന്ത് ചെയ്തു? ഡൽഹിയിൽ നിന്ന് ദൗലത്താബാദിലേക്ക്, അതായത് ദേവഗിരി എന്നറിയപ്പെടും, അങ്ങോട്ട് മാറ്റാനുള്ള കാരണം എന്താണ്? എന്തോ ഒരു കാരണം ഇല്ലാണ്ട് മാറ്റമില്ലല്ലോ. അപ്പോൾ ആ കാരണം എന്താണെന്നാണ് ചോദിച്ചത്. ഒക്കെ ബൈ ചേഞ്ചിങ് ക്യാപിറ്റൽ ഹി തോട്ട് ദാറ്റ്. ആ രാജാവ് എന്താ വിചാരിച്ചത്? ഓൾ ദ റിലീജിയൻ കുഡ് ബി കൺട്രോൾഡ് ഇഫക്റ്റീവ്ലി. എല്ലാ പ്രദേശങ്ങളും നല്ലവണ്ണം ഇഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓൾ ദ റിലീജിയൻ കുഡ് ബി കൺട്രോൾഡ് ഇഫക്റ്റീവ്ലി ബൈ ഷിഫ്റ്റിംഗ് ദ ക്യാപിറ്റൽ ഫ്രം ഡൽഹി ടു ദൗലതാബാദ്. അത് ചെയ്ത രാജാവിനെ മറന്നു പോകരുത്. ആരാണ്? മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ്. ഇനി അടുത്തത്, ഫൈൻഡ് ഔട്ട് ദ ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് ഡൈനാസ്റ്റീസ് ദാറ്റ് റൂൾഡ് ഡൽഹി ഡ്യൂറിങ് സൽത്തനറ്റ് പീരീഡ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ആദ്യം ആരാണ്?
മാംലുക് ഡൈനാസ്റ്റിയാണ്, അടിമ വംശമാണ്. അത് കഴിഞ്ഞിട്ട് ഖൽജിയാണ്, അതിൽ അലാവുദ്ദീൻ ഖൽജീനെ നമുക്കറിയാം. പിന്നെ തുഗ്ലക്കാണ്, ഇതിലിപ്പോൾ മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ നമ്മൾ പറഞ്ഞു, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ സയ്യിദ് ഡൈനാസ്റ്റിയിൽ നമുക്ക് അത്ര അങ്ങോട്ട് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരൊന്നും പഠിക്കാനില്ല. പിന്നെ ലോധി ഡൈനാസ്റ്റി, അതിൽ ഇബ്രാഹിം ലോധിനെ ബാബർ തോൽപ്പിച്ചിട്ടാണ് പിന്നെ മുഗൾ സാമ്രാജ്യം ഉണ്ടായത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഓർഡർ. മംലൂക്ക് ഡൈനാസ്റ്റി, ഖൽജി ഡൈനാസ്റ്റി, തുഗ്ലക് ഡൈനാസ്റ്റി, സയ്യിദ് ഡൈനാസ്റ്റി, ലോധി ഡൈനാസ്റ്റി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നോക്കൂ, മാംലുക് ഡൈനാസ്റ്റിനെ നമ്മൾ സ്ലേവ് ഡൈനാസ്റ്റി എന്നും പറയും. അതിൽ പ്രശസ്തമാരായ രാജാക്കന്മാരാണ് കുത്തബുദ്ദീൻ ഐബക്ക്, ഇൽത്തുമിഷ്, ബാൽബന്. ഓക്കെ, ഇൽത്തുമിഷ്, ബാൽബന്. പിന്നെ അതേപോലെ തന്നെ ഖൽജി ഡൈനാസ്റ്റിയിലെ ഇമ്പോർട്ടൻ്റ് ആളാണ് അലാവുദ്ദീൻ ഖൽജി. തുഗ്ലക് ഡൈനാസ്റ്റിയിൽ മുഹമ്മദ് ബിൻ തുഗ്ലക്കും ഉണ്ട്, ഫിറോസ് ഷാ തുഗ്ലക്കും ഉണ്ട്. പക്ഷേ പ്രശസ്തനായത് നമുക്ക് പഠിക്കാനുള്ള മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്ത ആൾ. ഓക്കെ, പിന്നെ സയ്യിദ് ഡൈനാസ്റ്റി കിസിർ ഖാനാണ്, അത് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. പിന്നെ ലോധി ഡൈനാസ്റ്റിയിൽ ഇബ്രാഹിം ലോധി. ഈ ഒരു ഓർഡർ നിങ്ങൾ പഠിച്ചു വെക്കണം. ഇങ്ങനെ മാച്ച് ചെയ്യാനോ അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ഉണ്ടാവും. ചിലപ്പം രാജാക്കന്മാർ ഇപ്പുറവും തരും, ഡൈനാസ്റ്റി ഇപ്പുറവും തരും. അപ്പോൾ നിങ്ങളോട് അത് ചെയ്യാനുണ്ടാവും. അല്ലെങ്കിൽ ഇതിൻ്റെ ഓർഡർ ചോദിച്ചിട്ടുണ്ട് പല പ്രാവശ്യം. അപ്പോൾ മാംലുക്ക്, ഖൽജി, തുഗ്ലക്, സയ്യിദ്, ലോധി, ഈ ഒരു ഓർഡറിൽ പഠിച്ചു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫാക്ടേഴ്സ് ഇൻവോൾവ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ് ആർ കോൾഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാക്ടേഴ്സ് ഇൻവോൾവ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്സ്. പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫാക്ടേഴ്സിനെയാണ്, ഒരു സാധനം ഉണ്ടാക്കുന്നതിന് എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമാണോ അതിനെയാണ്, ആ ഘടകങ്ങളെയാണ് നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു. 4 പഠിച്ചു. അപ്പോൾ ഫസ്റ്റ് നെയിം ദ റിവാർഡ് ഗിവൻ ടു ലേബർ. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? നെയിം ദ റിവാർഡ് ഗിവൻ ടു ലേബർ. ലേബറിന് കൊടുക്കുന്ന റിവാർഡ് നമ്മൾ നേരത്തെ ഇപ്പോൾ പഠിച്ചിട്ടേ ഉള്ളൂ. ലേബറിന് കൊടുക്കുന്ന റിവാർഡിൻ്റെ പേരെന്താണ്? വേജ് ആണ്. എന്താണ്? വേജ് ആണ്. ഓക്കെ, വാട്ട് ഓൾ നാച്ചുറൽ റിസോഴ്സസ് ആർ ഇൻക്ലൂഡ് ഇൻ ലാൻഡ് ആസ് എ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ. അതും നമ്മളിപ്പോൾ വേർഡ് വെബ് ചെയ്താണ്. ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. പല ടൈപ്പിൽ ചോദ്യത്തിൻ്റെ മോഡൽ മാറുന്നതെന്നേ ഉള്ളൂ. ക്വസ്റ്റ്യൻസ് ഒക്കെ ഏകദേശം ഒന്ന് തന്നെയാണ്. വാട്ട് ഓൾ നാച്ചുറൽ റിസോഴ്സസ്, അതും നമ്മൾ പഠിച്ച എന്താണ്? സോയിൽ, വാട്ടർ, ഫോറസ്റ്റ്, എയർ, കോൾ. ഇതിൽ ഏതെങ്കിലും 4 എഴുതുക. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ വിച്ച് ആർ ദ ഫാക്ടേഴ്സ് ഇൻവോൾവ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് സ്കൂൾ ബാഗ്. കംപ്ലീറ്റ് ദ ഫോളോയിങ്. ആദ്യം തന്നിരിക്കുന്ന ബിൽഡിങ്, അതായത് ഒരു സ്കൂൾ ബാഗ് പ്രൊഡക്ഷനാണ്. അതിലെന്തൊക്കെ സാധനങ്ങൾ നമുക്ക് വേണമെന്ന്. അപ്പോൾ ആദ്യത്തെ ഒന്ന് അവിടെ തന്നിട്ടുണ്ട് ബിൽഡിങ്. പിന്നെ നമുക്ക് ബിൽഡിങ് മാത്രം മതിയോ? മെഷീനറി വേണം. പിന്നെന്താ വേണ്ടത്? മെഷീനറി വേണം. ഓക്കെ, പിന്നെ മെഷീനറി വേണം, വർക്കേഴ്സ് വേണം. ഓക്കെ, വർക്കേഴ്സ് ഉണ്ടെങ്കിലല്ലോ പണിയെടുക്കാൻ പറ്റുക. ഇലക്ട്രിസിറ്റി വേണം. ഈ മെഷീനൊക്കെ പ്രവർത്തിക്കാൻ എന്ത് വേണം? ഇലക്ട്രിസിറ്റി വേണം. പിന്നെ ഇതൊക്കെ നോക്കി നടത്താൻ ആര് വേണം? എൻട്രപ്രണർ വേണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഡൽഹി വാസ് എ റീജിയൻ വിത്ത് സെവറൽ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്. ഫൈൻഡ് ഔട്ട് ദ ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ദാറ്റ് മോട്ടിവേറ്റഡ് ദ റൂൾസ് ടു ഓപ്റ്റ് ഡൽഹി ആസ് എ സെൻറ്റർ ഓഫ് ദെയർ പവർ. അപ്പോൾ അത് നമ്മൾ ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. നമ്മൾ നേരത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. എന്താണ്? റിവർ യമുന, അതേപോലെ തന്നെ ഇൻഡോ ഗാൻജറ്റിക് പ്ലെയിൻ ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. വാട്ട് വർ ദ സർക്കസ്റ്റൻസ് ദാറ്റ് ലെഡ് ടു ദ എൻഡ് ഓഫ് സൽത്തനറ്റ് റൂൾ ഇൻ ഡൽഹി ആൻഡ് ബിഗിനിങ് ഓഫ് ദ മുഗൾ റൂൾ. വാട്ട് ഈസ് ദ ആൻഷ്യൻ നെയിം ഓഫ് ഡൽഹി. ഡൽഹിൻ്റെ പഴയ പേരെന്താണ്? ദില്ലിക. But Delhi is situated in Indo-Gangetic Plain. The fertility of region has been favorable for agriculture progress. Aravalli mountain ranges lies on the west. It protects from the enemies. The massive rocks of the Aravalli mountains ranges supplied the stones for construction of forts and building. The river Yamuna facilitated water transportation and ensured enough water supply for Delhi. പിന്നെ നമ്മൾ അടുത്ത പഠിച്ച എന്താണ്? ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അടുത്ത ക്വസ്റ്റ്യന് നമ്മൾ പിന്നെ ഇബ്രാഹിം ലോധി, ബാബറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് മുഗൾ സാമ്രാജ്യത്തിന് കാരണമായിട്ടുള്ള കാര്യങ്ങൾ. ഇൻ 1526 ദ മിലിറ്ററി ഓഫ് കാബൂൾ റൂളർ ബാബർ ആൻഡ് ദ സൽത്തനറ്റ് റൂളർ ഇബ്രാഹിം ലോധി ഫോർട്ട് അറ്റ് പാനിപ്പറ്റ് നിയർ ഡൽഹി. ദ മിലിറ്ററി ഓഫ് ബാബർ യൂസ്ഡ് cannon and gunpowder so they could easily defeat the military of Ibrahim Lodi. The Babur conquered Delhi and Mughal rule began in Delhi. Okay. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അക്ബർ ആൻഡ് ഔറംഗസേബ് പ്ലേഡ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് മുഗൾ എംപയർ. അക്ബറും ഔറംഗസേബും മുഗൾ എംപയർ വിസ്തൃതമാകുന്നതിന് ഒരു ഭയങ്കര റോൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇൻ ഹൗസ് പീരീഡ് ഓഫ് റൈൻ ഡിഡ് മുഗൾ എംപയർ ബിക്കം എക്സ്പാൻഡ് മോസ്റ്റ്. പക്ഷേ ഇവരുടെ ആരുടെ കാലത്താണ് ഏറ്റവും കൂടുതൽ എക്സ്പാൻഡ് ചെയ്തത്? അത് നമുക്കറിയാം. ആരാണ്?
ആരാണ്? ഔറംഗസേബ്. ഓക്കെ, ഇനി അടുത്ത നെയിം ദ ബാറ്റിൽ ദാറ്റ് ലെഡ് ടു ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് മുഗൾ എംപയർ ഇൻ ഡൽഹി. ഡൽഹിയിലെ മുഗൾ എംപയർ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള യുദ്ധം നമ്മൾ ഇപ്പോൾ പറഞ്ഞു, 5026 ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്. ഇനി അടുത്തത് എക്സ്പ്ലെയിൻ ദ പോളിസി അഡോപ്റ്റഡ് ബൈ അക്ബർ ഫോർ ദ എക്സ്പാൻഷൻ ഓഫ് മുഗൾ എംപയർ. മുഗൾ എംപയർ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അക്ബർ സ്വീകരിച്ച മാർഗ്ഗങ്ങളാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? അക്ബർ അഡോപ്റ്റഡ് എ ന്യൂ പോളിസി ടു സ്ട്രെങ്തൻ ഹിസ് മിലിറ്ററി കപ്പാസിറ്റി. ദി സിസ്റ്റം വാസ് നോൺ ആസ് മാൻസബ്ദാരി സിസ്റ്റം. ഓക്കെ, അണ്ടർ ദി സിസ്റ്റം എവറി മിലിറ്ററി ഓഫീസർ വാസ് ലേബിൾ ടു മെയിൻറ്റെയിൻ എ സ്പെസിഫിക് നമ്പർ ഓഫ് സോൾജേഴ്സ്. അപ്പോൾ ആ മാൻസബ്ദാരി സിസ്റ്റത്തിൽ എവറി മിലിറ്ററി ഓഫീസർ ഒരു സ്പെസിഫിക് നമ്പർ ഓഫ് പട്ടാളക്കാരെ മെയിൻറ്റെയിൻ ചെയ്യണം. ഡ്യൂ ടു ദിസ് സിസ്റ്റം ദ നമ്പർ ഓഫ് സോൾജേഴ്സ് റിമെയിൻഡ് സ്റ്റേബിൾ. അപ്പോൾ എപ്പോഴും ഒരു കുറച്ച് ആൾക്കാർ എപ്പോഴും അവിടെ സ്ഥിരമായിട്ടുണ്ടാവും. അക്ബർ കോങ്കേർഡ് മെനി ഫോർട്സ് വിച്ച് മെയ്ഡ് ഹിസ് കൺട്രി മോർ പവർഫുൾ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഏത് ചാപ്റ്ററിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വേണ്ടതെന്ന് നിങ്ങൾ പറയുക, കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ എനിക്കൊന്നും ഫസ്റ്റ് ചാപ്റ്ററും ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്തതെന്ന് തോന്നുന്നു. ക്വസ്റ്റ്യൻസ് തന്നെ എനിക്ക് റിപ്പീറ്റഡ് ആയിട്ട് പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതാണ് ഇനി നിങ്ങൾക്ക് വേണ്ടതെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആദ്യം മറക്കണ്ട, ആദ്യം പറഞ്ഞ 5 ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ഞാൻ ആൻസർ പറയേണ്ട ആവശ്യമില്ല, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇത്രയും വീഡിയോ ചെയ്തതിന് നിങ്ങൾക്ക് മനസ്സിലായില്ല. 2 ക്വസ്റ്റ്യൻസ്, ഒരു ക്വസ്റ്റ്യൻ മാത്രമേ നിങ്ങൾക്ക് അറിയാത്ത ഉണ്ടാവുള്ളൂ. അത് ടെക്സ്റ്റ് ബുക്ക് വെറുതെ നിങ്ങൾക്ക് കിട്ടും. താങ്ക് യു for watching this video.